ചില സിനിമകളിൽ ആക്ഷൻ രംഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് തെളിപ്പും. കാരണം അത്രയ്ക്ക് പക്ക റോ ആൻഡ് റിയലിസ്റ്റിക് ആയിരിക്കും ആക്ഷൻ രംഗങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് സിനിമകളുണ്ട്. അതിൽ ഏറ്റവും പുതിയ അഡീഷൻ ആയിട്ട് ഒരു സിനിമ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നു കുറേ കിഡ്നാപ്പേഴ്സ്. ഓർഗൻ ട്രാഫിക്കാണ് ഉമ്മറുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പെൺകുട്ടിയെ കണ്ടെത്താൻ അവളുടെ അച്ഛൻ പോകുന്നു. അവളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മ്യൂട്ടാണ്. പക്ഷേ ആള് മ്യൂട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലെ ഒരു ആക്ഷൻ ഫൈറ്ററാണ് പുള്ളി, കുംഫു ഫൈറ്ററാണ്. അപ്പോൾ അദ്ദേഹം തേടി പോവുകയും ആ പോകുന്ന വഴിയിൽ വേറൊരു സുഹൃത്തിനെ കണ്ടുമുട്ടുന്നു. അപ്പോൾ ആ പുള്ളിക്കാരനും തൻ്റെ വൈഫിനെ തേടി, അതായത് ഫിയാൻസിയെ തേടി പോവുകയാണ്. ആ ഫിയാൻസി എന്ന് പറഞ്ഞ ജേർണലിസ്റ്റാണ്. ഈ പറഞ്ഞ പോലെ ഈ ഓർഗൻ ട്രാഫിക്ക് തടയാൻ വേണ്ടിയുള്ള ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ദിവസപ്രഭാതത്തിൽ അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ അവരെ കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുവരും കൂടി ഈ വില്ലന്മാരെ നേടുന്ന ഒരു കഥയാണ് ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഗംഭീര കഥ എന്ന് പറഞ്ഞാൽ ഗംഭീര കഥയാണ്. ആ പോകുന്ന ഇമോഷൻസ് ആയിരുന്നും എല്ലാം കാണിക്കുന്നത്. അതിലുപരി ഈ ഒരു സിനിമയുടെ കോർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഗംഭീര പൊടി പറത്തിയുള്ള അടിയാണ്. അതായത് ഏറി നോക്കില്ല. ആ ഒരു അടി എന്ന് പറഞ്ഞാൽ പക്കാ റോ എന്ന റിയലിസ്റ്റിക്കാണ്. ഒരു രീതിയിലും ആർട്ടിഫിഷ്യലിൽ തോന്നില്ല. ആ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ആ ഒരു ഫൈറ്റ് അത് ഗംഭീരമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ മസ്റ്റ് തിയേറ്റർ വാച്ച് തന്നെയാണ്. അത് കൈയടിക്കാനുള്ള സംഭവം ഈ ഒരു സിനിമയിലുണ്ടായിരുന്നു. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഹോങ്കോങ് സിനിമയാണ്. സിനിമയുടെ പേജ് എന്ന് പറയുന്നത് ദ ഫ്യൂരിയസ് എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ പ്രൈമിൽ റിലീസ് ആയിട്ടുണ്ട്. കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.